അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുവിൻ്റെ ആദരവായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, ആയിഷ, നീ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് പൂർണ്ണമായി ഖുർആൻ ഖത്തമ് ചെയ്തിട്ടേ ഓതാൻ പാടുള്ളൂ എന്ന്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഖുർആൻ മുഴുവൻ ഖത്തമ് ചെയ്തിട്ട് എങ്ങനെയാണ് ഞാൻ ഉറങ്ങുക എന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ആയിഷ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ചെറിയ സൂറത്താകുന്നു, പക്ഷേ അതിൻ്റെ ആശയങ്ങൾ വലുതാകുന്നു. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് 3 പ്രാവശ്യം നീ ഓതിയാൽ അള്ളാഹു അതിലേക്ക് പ്രതിഫലമായിക്കൊണ്ട് ഖുർആൻ ഖത്തമ് ചെയ്ത കൂലി തരുമെന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്വഹാബി മുത്തനബിയോട് പറയുന്നു, അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകരെ, എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് വളരെ ഇഷ്ടമാകുന്നു എന്ന്. അള്ളാഹുവിൻ്റെ റസൂല് തിരിച്ചു പറയുന്നു, നിന്നെ അള്ളാഹു എനിക്കും ഇഷ്ടമാകുന്നു എന്ന്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഒരുപാട് വട്ടം ആവർത്തിച്ചോതാൻ ശ്രമിക്കുക. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക് ആ ഖുർആനിൻ്റെ പ്രിയപ്പെട്ട സൂറത്ത് ഖബറിൽ കൂട്ടാളിയാകുമെന്നും മരണസമയത്ത് സന്തോഷത്തോടെ മരിക്കാൻ കഴിയുമെന്നും മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു 2 ലോകവും നമുക്ക് സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.